ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്ലീഹാ നോമ്പിന്റെ പ്രഥമ ദിനമായ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ദ കോളിംഗ് ആൻഡ് കമ്മീഷനിങ് ഓഫ് ദ ഡിസൈപ്പിൾസ്, വിളിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്യുന്ന ശിഷ്യന്മാർ. കർത്താവിന്റെ 12 അപ്പോസ്റ്റലന്മാരെയും അവർ സുവിശേഷത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ച ശുശ്രൂഷകളെയും സ്മരിക്കുന്ന ദിനങ്ങളാണ് ഫാസ്റ്റ് ഓഫ് ദ അപ്പോസ്റ്റൽസ് അഥവാ സ്ലീഹാ നോമ്പ്. ജൂൺ 16 മുതൽ 29 വരെയാണ് നാം ആചരിക്കുന്നത്. It's a time to spiritual preparation and renewal, focusing on the teachings and lives of the apostles. അപ്പോസ്റ്റലർ എന്നതിന്റെ അർത്ഥം one who is sent out or messenger, അയക്കപ്പെട്ടവർ അഥവാ ദൂതൻ എന്നാണ്. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 6 വേഴ്സ് 12 to 19, വേഴ്സ് 12 and 13. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിനൊരു മലയിൽ ചെന്നു. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു. അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാർ എന്നും പേർ വിളിച്ചു. ഒരു നല്ല ചിത്രകാരനും നല്ല കവിയും വൈദ്യനും പൗലോസിന്റെ ഉറ്റ സുഹൃത്തുമായ വിശുദ്ധ ലൂക്കോസ് തന്റെ സുവിശേഷത്തിൽ കൂടി യേശുവിനെ അവതരിപ്പിക്കുന്നത് ലോകത്തിന്റെ മുഴുവൻ രക്ഷകനായിട്ടാണ്. കാലാകാലങ്ങളിലെ ഈ രക്ഷണ്യ പദ്ധതിയിൽ പങ്കുകാരായി അനേകരെ ദൈവം വിളിക്കുന്നു, നിയോഗിക്കുന്നു. ഇവിടെ യേശുവിന്റെ അപ്പോസ്തലൻ ആകാനുള്ള ആദ്യ വിളിയും നിയോഗവും ലൂക്കോസ് സുന്ദരമായി രേഖപ്പെടുത്തുന്നു. ദൈവിക രഹസ്യങ്ങളുടെ ഗൃഹവിചാരകത്വത്തിനും ദൈവജനത്തിന്റെ ശുശ്രൂഷയ്ക്കുമായി മണ്ണിൽ നിന്നുള്ള നിന്ദ്യമായ മൺകട്ടയായിരിക്കെ മഹത്വ ശുശ്രൂഷയ്ക്കായി വിളിക്കുകയും നിയോഗിക്കുകയും അയക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ഭാഗത്തു നിന്ന് 3 ചിന്തകളാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, പ്രയർ ആൻഡ് ഡിവൈൻ ഗൈഡൻസ്, പ്രാർത്ഥനയും ദിവ്യ നടത്തിപ്പും. 12-ാം വാക്യത്തിൽ രാത്രി മുഴുവൻ ദിവ്യ നടത്തിപ്പിനായി പ്രാർത്ഥിക്കുന്ന യേശുവിനെ കാണാം. ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രയർ ഇൻ ഡിസിഷൻ മേക്കിംഗ്, അതായിരുന്നു യേശുവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന സുന്ദരമായ പാഠം. വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത് എന്നാണല്ലോ. ബിഗിനിങ് വിത്ത് ഗോഡ്, ശുഭാരംഭം, പ്രാർത്ഥനയോടെ ദൈവത്തോടൊപ്പം. ബാക്കിയെല്ലാം തന്നെ ദൈവം നിയന്ത്രിക്കും, കൃപയോടെ നടത്തും. എന്ത് തീരുമാനങ്ങൾക്ക് മുമ്പേയും പിതാവിനോട് യാചിക്കുന്ന ഒരു യേശുവിനെയാണ് നാം കാണുന്നത്. ദൈവവേലയ്ക്കായി മനുഷ്യരെ തിരഞ്ഞെടുക്കേണ്ടത് പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഏലിയാവിന്റെ പുതപ്പ് എലീശയുടെ മേൽ അവിചാരിതമായിട്ടല്ല വീണത്, അതൊരു ദിവ്യ നടത്തിപ്പായിരുന്നു. Prayer is not a way for us to control God. It is a way for us to put ourselves under God's control. 40 രാവും പകലും ഉപവസിച്ച യേശുവിനെ ശുശ്രൂഷിപ്പാൻ ദൈവം തന്റെ ദൂതന്മാരെ അയച്ചു. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുമ്പായി ദൂതന്മാരെ അയക്കുന്ന ഒരു ദൈവം. ദാനിയേൽ 6:10 പറയുന്നത് പോലെ, താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ച ദാനിയേലിന് സിംഹങ്ങൾ കേടുവരുത്താതിരിക്കേണ്ടതിന് ദൈവം ദൂതനെ അയച്ച് അവയുടെ വായടച്ചു. മോർ പ്രയർ, മോർ പവർ. ലെസ് പ്രയർ, ലെസ് പവർ. നോ പ്രയർ, നോ പവർ. അവന്റെ വേല കൃപയോടെ തികയ്ക്കാൻ പ്രാർത്ഥന എന്ന ശക്തി അനിവാര്യമാണ്. പ്രാർത്ഥനയെ ഗൗരവമായി എടുക്കാതെ തിരക്കുകളുടെ ന്യായം പറഞ്ഞ് സാക്ഷി ജീവിതം നഷ്ടപ്പെടുത്തുന്നതാണ് ഇന്നിന്റെ ശാപം. താൻ തുടങ്ങിയ വേല എന്നിൽ നിവർത്തിക്കും, തൻ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളും എന്ന് പാടണമെങ്കിൽ പ്രാർത്ഥനാവീരരായി നാം തീരണം. തന്റെ ശിഷ്യർക്ക് യേശുക്രിസ്തു പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ്. മേക്ക് ഷുവർ ദാറ്റ് ഓൾ അവർ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ആർ ഗ്രൗണ്ടഡ് ഇൻ പ്രയർ. അല്ലാത്തവയൊക്കെ മണലിന്മേൽ വീട് പണിതവരോട് തുല്യം. പ്രതിസന്ധികളിൽ ഈ വീടുകളൊക്കെ കടപുഴകി വീഴും. രണ്ടാമതായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഇൻവിറ്റേഷൻ ഫോർ ഡിവൈൻ പർപ്പസ്, ദിവ്യ ഉദ്ദേശത്തിനായുള്ള ക്ഷണം. വേഴ്സ് 13, ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു, അപ്പോസ്തലർ എന്നും പേർ വിളിച്ചു. ദിവ്യ സഹനങ്ങളിലേക്കുള്ള ക്ഷണം, സാധു കൊച്ചുപദേശിയുടെ ഭാഷയിൽ തങ്ക കഷ്ടതയിലേക്കുള്ള ക്ഷണം. യോഹന്നാൻ 15:16 പറയുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. ഇരമ്യ പ്രവാചകനോട് ദൈവം പറയുന്നത് പോലെ, ഐ ന്യൂ യു, ഐ സെറ്റ് യു അപ്പാർട്ട് ആൻഡ് ഐ അപ്പോയിന്റഡ് യു. We are uniquely designed
ആൻഡ് ഡിവൈൻലി കമ്മീഷൻഡ്. ഓരോ സൃഷ്ടിയെക്കുറിച്ചും ദൈവത്തിനൊരു നിയോഗമുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യം: ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യം എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. കൊലോസ്യരിൽ പറയുന്നു, മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം 10-ാം വാക്യം. ക്രിസ്തുവിന്റെ സഹനങ്ങളിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ടവർ ഇന്ന് നിയോഗത്തിന്റെ പദവികളിൽ മാത്രം പങ്കുചേരാൻ ആഗ്രഹിക്കുന്നു എന്നത് ദൈവത്തെ സങ്കടപ്പെടുത്തുന്നതാണ്. നല്ല വേരുകൾ ഉള്ളിടത്ത് നല്ല ഫലമുണ്ടാകും. ബീയിങ് റൂട്ടഡ് ആൻഡ് ബീയിങ് ഫ്രൂട്ട്ഫുൾ. ദൈവത്തിന്റെ വിളി നല്ല ഫലം കായ്ക്കാനുള്ള വിളിയാണ്. യെശയ്യാവ് 5-ൽ ദൈവം പറയുന്നു, ദൈവം തന്റെ ജനത്തെ നല്ല ഫലം കായ്ക്കുമെന്ന് കരുതി ഒരു മുന്തിരിത്തോട്ടത്തോട് ഉപമിച്ചു. ചുറ്റും വേലി കെട്ടി, സംരക്ഷണ വലയം തീർത്തു, വേണ്ടതെല്ലാം നൽകി. എന്നാൽ കായ്ച്ചതോ ആകാത്ത ഫലം. തുടർന്ന് അതിന്റെ വേലി പൊളിച്ചു കളയുന്നു, ചവിട്ടി മെതിക്കപ്പെടുന്നു, മഴ പെയ്ക്കരുതെന്ന് മേഘങ്ങളോട് കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ ദിവ്യ ഉദ്ദേശത്തോടെ നട്ടത് നല്ല ഫലം കായ്ക്കാനാണ്, എന്നാൽ കായ്ച്ചതെല്ലാം കാട്ടുമുന്തിരി. ഇവിടെയാണ് നാം ഉദ്ദേശിക്കേണ്ടത്. ദൈവത്തിൻ്റെ വിളിക്കും നിയോഗത്തിനും അനുസരിച്ച് നല്ല ഫലം കായ്ക്കാനാണ് ദൈവം നമ്മെ നട്ടിരിക്കുന്നത്. ഇവിടെ അപ്പോസ്തലർ നല്ല ഫലം കായ്ച്ചു, നാമം മഹിമപ്പെടുത്തി, വിശ്വസ്തരായി തീർന്നു. മൂന്നാമതായി ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ക്രിയേറ്റീവ് റെസ്പോൺസ് ഫോർ ദ ഡിവൈൻ കമ്മീഷൻ. ദിവ്യ നിയോഗത്തോടുള്ള ക്രിയാത്മകമായ പ്രതികരണം. ഇവിടെ ശിഷ്യന്മാർ ദിവ്യ നിയോഗം ശിരസാ വഹിക്കുന്നു. Jesus had many learners, but he chose only 12 apostles. Jesus gave special training and whom he sent out with his own authority. He selected ordinary men for an extraordinary service. ഇന്നും സാധാരണക്കാരെയാണ് ഈ വേലയ്ക്ക് ആവശ്യം. ഈ അസാധാരണ നിയോഗത്തിന് ചുമല് കൊടുക്കുവാൻ ദൈവം നോക്കുന്നത് എബിലിറ്റി അല്ല, അവൈലബിലിറ്റിയാണ്. ആത്മഭാരമുള്ളവർ, മുട്ടുകൾ ദൈവസന്നിധിയിൽ മടക്കുന്നവർ, കരയുന്നവർ, ഇക്കൂട്ടരെയാണ് ദൈവത്തിന് ഇന്നും ആവശ്യം. കാണാതെ പോയവരെ കുറിച്ചുള്ള ആത്മഭാരം. മാത്യു 18:13 പറയുന്നു, തെറ്റിപ്പോയതിനെ കണ്ടെത്തിയാൽ ദൈവത്തിന് അധികം സന്തോഷം. കൊയ്ത്തുകാലം വന്നിതാ, വിളവെടുപ്പിന് സമയമായി, വേലക്കാരോ ചുരുക്കം. ഇന്നും ദൈവം പലരിലൂടെയും ഈ ദിവ്യ നിയോഗത്തിനായി വിളിക്കുന്നു. നമുക്കൊക്കെ ക്രിയാത്മകമായി അതിന് പ്രതികരിക്കാം. വിളിയും നിയോഗവും പ്രാപിച്ചവർ പ്രാർത്ഥനാ ജീവിതത്തിൽ ശക്തരും ഉദ്ദേശത്തിന് വിധേയപ്പെട്ടവരും നിയോഗത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നവരും ആകണമെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങയുടെ ഹിതം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയിലൂടെ ദിവ്യ നടത്തിപ്പ് മനസ്സിലാക്കി ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വസ്തരാക്കണേ നാഥ. ഓട്ടം ഓടേണ്ടതുണ്ട്, ബലം നേടേണ്ടതുണ്ട്. ഓരോ നിമിഷവും നിൻ കൃപ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.